സ്നാനം ചെയ്ത് സഹായിച്ചത് ദൈവത്തിന്റെ വലിയൊരു ഹിതമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. എനിക്കറിയാം, എനിക്ക് 8:30 സ്നാനം ഉണ്ടെന്നറിയാം. പക്ഷെ എനിക്ക് എന്നാലും അത് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിൽ വളരെയധികം ഭാരമുണ്ടായിരുന്നു. അത്രയധികം പ്രതികൂലങ്ങളെ നേരിട്ടു. എന്നാൽ ഞാൻ 4 മണിക്ക് തന്നെ ഉണർന്നു. അപ്പൊ എന്റെ വാഴുന്ന ദൈവനീതിയാണത്. അപ്പൊ എനിക്ക് വിശ്വാസമായി, എനിക്ക് ദൈവത്തെ സഹായിക്കും. ദൈവത്തിന്റെ ഹിതമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഞാൻ സ്നാനക്കുളത്തിൽ ഇറങ്ങിയാലും അത് സ്നാനം നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവിടുന്ന് കയറണം. എന്നാലും എന്റെ ദൈവത്തിന്റെ ഹിതം നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതിനെ ദൈവം ഇത്രത്തോളം ബലപ്പെടുത്തി. അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയുവാനായി സാധിച്ചു. അന്ന് മുതൽ ദൈവജനം എനിക്ക് വേണ്ടി മുട്ടിപ്പാടി പ്രാർത്ഥിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ് എന്നെ ഇത്രത്തോളം ബലപ്പെടുത്തിയത്. എന്റെ അമ്മയോട് എങ്ങനെ ഞാൻ പറയും, ഞാൻ വിഷമിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എന്റെ അമ്മയോട് ഇടപെടണമേ. എന്റെ അമ്മയോട് ദൈവം ഇടപെട്ടു. അമ്മ തന്നെ അതിന് ഒരു എതിർപ്പ് പറഞ്ഞില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സാക്ഷ്യം പറഞ്ഞതിന് മുമ്പ് എന്റെ കസിൻ ബ്രദർ എന്നെ വിളിച്ച് 1 മണിക്കൂർ ഉപദേശിച്ചു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ഒന്നും തിരിച്ചു പറഞ്ഞിട്ട് അത് ദൈവത്തിന്റെ ഹിതമാ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഒരിക്കലും നെഗറ്റീവായിട്ട് എന്നോട് പറഞ്ഞു. കാരണം ഞാൻ ചിന്തയിൽ എന്നോട് പറയാനുണ്ടോ? ഇല്ല, അത് ശരിയാണെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ദൈവത്തെ ഞാൻ ഒത്തിരി സ്തുതിക്കുന്നു. ഒന്നും എന്റെ കഴിവോട് എടുക്കുമല്ല, ദൈവം അവിടെ പ്രവർത്തിച്ചതാണ്. ദൈവം പ്രവർത്തിച്ചാൽ മാത്രമേ വിശ്വാസ സ്നാനം ഏൽക്കുവാൻ സാധിക്കുകയുള്ളൂ. അതെനിക്ക് എന്റെ ജീവിതത്തിലൂടെ മനസ്സിലായി. ദൈവം ഒരാളെയും സ്പർശിക്കാതെ നടക്കുകയില്ല. അത് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന അനുഭവിച്ച ആളാണ്. പ്രാർത്ഥിച്ച ദൈവത്തിനാണ് നന്ദിയോട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അടുത്ത ഞായറാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ല, എന്റെ ജോലി സംബന്ധമായി. തുടർന്നും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങൾ ഒത്തിരിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. അത് മാത്രമാണ് എന്നെ ബലപ്പെടുത്തിയത്. ദൈവവചനത്തിലൂടെ എനിക്ക് അമ്മച്ചനെ എന്തെങ്കിലും ഉപദേശിച്ചു. സാബു ബ്രദർ എന്നെ വിളിച്ചു പറഞ്ഞു, അവരോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. എനിക്കത് സാധിച്ചു. എന്നോട് പറഞ്ഞു, പിന്നെ ദൈവം തന്നെ തട്ടി ഉണർത്തുമെന്ന് പറഞ്ഞു. അപ്പൊ മുട്ടിപ്പാടുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് ഓരോരുത്തരും ഉപദേശം തന്നു. അതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ കൊടുക്കുളഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സഹോദര വീട്. ആ സഹോദരിക്ക് അവര് 4 സഹോദരിമാരാണ് ആ ഭവനത്തിലുള്ളത്. എല്ലാവരും തന്നെ മാർത്തോമ വിശ്വാസത്തിലാണ്. എന്നാൽ ഒരു സഹോദരിയും ഹസ്ബൻഡുമാണ് വിശ്വാസത്തിലുള്ളത്. ഇക്കാര്യം വിശ്വാസത്തിലില്ല. ഇന്ന് രാവിലെ പ്രിയ സണ്ണി എന്ന് പറയുന്ന ജ്യേഷ്ഠൻ എന്നെ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കസിൻസ് കൊച്ചമ്മമാരെല്ലാം സ്നാനത്തിന് പിന്തിരിപ്പിക്കാൻ ആകുന്ന പരിശ്രമം ചെയ്തു. എന്നാൽ ഷൈൻ സ്റ്റേൺ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് സ്നാനം നടക്കുന്നതെന്ന് എന്നോട് പറയുവാനിടയായി. അപ്പോൾ പിന്നിൽ വളരെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്തുകൊണ്ടാണ് ഒരു വാക്ക് പറഞ്ഞത്. ഒരു വാഗ്മിയായി ഒരു വാക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വാചാലതയോടെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിന് പിന്നിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ദൈവമെല്ലാം അനുകൂലമാക്കി സ്വന്തമാവിന്റെ സ്നാനത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം എതിർത്ത് നയിക്കുന്നത് എന്നാൽ അനുവാദം കൊടുത്തത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും ഇവിടെ പല്ലാവാനത്ത് വേഴ്സ് കോളേജിലെ അധ്യാപികയാണ്, ലെക്ചറാണ്. അങ്ങനെയും ദൈവം നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ അതെ അനവധിയായി പിന്നെ ദൈവം സഹായിക്കട്ടെ എന്നാൽ മാത്രമേ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് തിരുമേശയെ പ്രവേശിക്കാം. ഇതറിയാണെങ്കിലും